എവിടാ താറാവിനെ തീറ്റാൻ പോയാണോ? താറാവിൻ്റെ വരെ പോയി. താറാവ് ഇപ്പോൾ ഒരുപാടില്ല. ചില്ലറ താറാവ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ഈ ലോകത്തിലെ ഏത് കൃഷിക്കാരെക്കാട്ടിൽ കഷ്ടതകളും ദുരിതം അനുഭവിക്കുന്ന ഒരു കൃഷിക്കാരെന്ന് പറയുന്നത് താറാവ് കർഷകരേ ഉള്ളൂ. എന്ന് പറയാം, ഒരു കുഞ്ഞിനെ ഫാമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു അല്ലെ ആച്ചറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും രാവും പകലും ഉറങ്ങാനൊക്കത്തില്ല. എന്ന് പറയാം, ഇതങ്ങ് ചൂട് പിടിച്ച് തൂന്നുകൂടിയിരിക്കും. 10,000-5,000 വളർത്തുകയാണെങ്കിൽ 10, 50, 25 ഉള്ള സാരമില്ല. ഇതിനെ എപ്പോഴും രാത്രിയിൽ അരമണിക്കൂർ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെ തട്ടി ഇളക്കി ഇങ്ങനെ നിന്നില്ലെങ്കിൽ ഇതിങ്ങനെ ചൂട് പിടിച്ചിരുന്ന് ഇതങ്ങ് അടപോലായി അടിയിലിരിക്കുന്ന മുഴുവൻ ചത്തു. അപ്പോൾ എന്ന് പറയുന്നത് ഉറക്കമെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ തൊഴിലില്ല. 24 മണിക്കൂറും തൊഴിൽ ചെയ്യുന്ന ഒരു കഷ്ടപ്പെടുന്ന ഒരു തൊഴിലെന്ന് പറയും ഈ താറാവ് കർഷകരേ ഉള്ളൂ. അവരെ ഇന്ന് ഈ ലോകത്തിൽ ആരും അംഗീകരിക്കുന്നില്ല. ഇതാണ് എൻ്റെ വീടും എൻ്റെ താറാവും കൂടെന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ വളർത്തുന്നത് മെയിനായിട്ട് ഷെഡിനകത്ത് ഞങ്ങൾ കുഞ്ഞുങ്ങളെയാണ് വളർത്തുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വളർത്തുന്ന ഒരു സ്ഥലമായത്. സ്ഥലമൊക്കെ ഇപ്പോൾ ഇച്ചിരി കുറവായിപ്പോയി. ഇതും എൻ്റെ സ്ഥലമായിരുന്നു. അത് 10 സെൻറ്റ് സ്ഥലം നമ്മുടെ കടഭാഗത്ത് വന്നപ്പോൾ കൊടുത്തുപോയി. ഇനിയിപ്പോൾ വളർത്തണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. സർക്കാർ വളർത്തണമെന്ന് പറയാം. എന്നെപ്പോലെ ഞാൻ പറയുക, ഇപ്പോൾ എനിക്കൊരു തൊഴിലില്ലാതായിട്ട് 10 മാസം കഴിഞ്ഞു. ഒരുത്തർ എന്നെ ഒരു കൂലിപ്പണിക്ക് വിളിക്കത്തില്ല, മറ്റൊരു പണിക്ക് വിളിക്കത്തില്ല. ഞാൻ ഈ താറാവ് കർഷകനാണ്, താറാവ് കൃഷിക്കാരൻ. താറാവ് കർഷകർ പോലും എന്നെ വിളിക്കത്തില്ല. എന്ന് പറയും, ഞാൻ വലിയ മുതലാളിയായിട്ട് 4-5 ചമ്പളക്കാരുമൊക്കെ നടന്നൊരു വ്യക്തിയായിരുന്നു. ഇപ്പം ചമ്പളക്കാരുടെ കയ്യിൽ ഇങ്ങോട്ട് പഠിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടായി മുതലാളി എന്ന് പറയുന്ന ആളിനെ പറ്റിയിരിക്കുന്നത്. നിങ്ങളുടെ ഒരു അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണോ? അവസ്ഥ ബുദ്ധിമുട്ടെന്ന് പറയാൻ ഇപ്പോൾ പറഞ്ഞാൽ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ ഒരു ചെറിയൊരു പശു ഉണ്ട്, അതിന് കറവ് തീർന്ന് 1.5 വർഷത്തോളമായി. അതിന് ജനം പിടിച്ചിട്ടില്ല. ഇതുകൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്. വീട്ടുകാർക്ക് നടക്കാൻ മേല. എനിക്ക് അതിനെക്കാട്ടി കഷ്ടമാണ്. ഇങ്ങനെയുള്ള ജീവിതമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കുഞ്ഞുമോൻ ചേട്ടനെ പോലെ അതിസാധാരണക്കാരായ ആയിരക്കണക്കിന് താറാവ് കർഷകർ ആശങ്കയിലാണ്. കൊന്നെടുക്കലും നിരോധനവും നഷ്ടപരിഹാരവുമല്ല ശാശ്വത പരിഹാരം. പക്ഷിപ്പനി പ്രതിരോധ വാക്സിൻ്റെ സാധ്യതകൾ തേടണം. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.